Hi Makale, welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. ചുമ്മാ ബ്ലാസ്റ്റ് സോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. സോ എന്റെ മക്കൾ പെട്ടെന്ന് പഠിച്ചു വെച്ചോ, ദെൻ എന്ത് ചെയ്യുക, ഈ വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്തോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോസിബിൾ ആണ്. സോ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് മക്കൾ. എന്താണ്? വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്? അല്ലെ, എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കൂടിയാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിരിക്കുക? സോ ഈ പോയിന്റ്സ് എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചു. സാർ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു തരും. ഇതിലെന്താണ്, നിങ്ങളൊരു 4 പോയിന്റെങ്കിലും ഒരു 3 പോയിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? വർദ്ധിച്ച ഗതാഗത കുരുക്കാണ്. എന്താണ്? വർദ്ധിച്ച ഗതാഗത കുരുക്ക്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം എന്താണ്, വാഹനങ്ങൾ കൂടുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷന്റെ ട്രാഫിക് കൺജഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കൂടും. അല്ലെ, നമുക്കറിയാം എന്താണ്, വാഹനങ്ങൾ പിന്നെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ എന്താണ് ഹോൺ അടിച്ച് ശല്യപ്പെടുത്തൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? യെസ്. സോ സെക്കൻഡ് എന്ന് പറയുന്നതാണ് വായു മലിനീകരണം, എയർ പൊല്യൂഷൻ. അല്ലേ, ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ പുക പോയിട്ട് എന്ത് ചെയ്യും, ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. യെസ്, ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്താണ് മക്കളെ? ശബ്ദ മലിനീകരണം. സാർ നേരത്തെ പറഞ്ഞ കിക്കി എന്നിങ്ങനെ ഓൺ അടിക്കും. ഓക്കെ, അപ്പൊ നോയിസ് പൊല്യൂഷൻ എന്നുള്ള പോയിന്റും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ്സ് സിമ്പിൾ അല്ലേ? ഇത് ആദ്യം നിങ്ങൾ ഈ സിമ്പിൾ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, അടുത്ത പോയിന്റ്സ് സാർ പറയാം, അതും സെറ്റായി പഠിച്ചോ. ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവില്ലേ നമുക്ക്? നമ്മളിങ്ങനെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മൾ പറഞ്ഞതാണ് വാഹനങ്ങളുടെ പുക ഒരു പ്രശ്നമാണ്, സൗണ്ട് ഒരു പ്രശ്നമാണ്. ഇതൊക്കെ നമ്മളെ ഹെൽത്തിനെ ബാധിക്കും. അല്ലെ, പുക ശ്വാസകോശത്തിനെ ബാധിക്കും. അല്ലെ, സൗണ്ട് എന്താണ്, നമ്മുടെ ഇയറിംഗ് കപ്പാസിറ്റിനെയൊക്കെ ബാധിക്കും. സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്, നമുക്കറിയാം എന്താണ്, വാഹനങ്ങൾ കൂടിയ അപകടവും കൂടും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താണ്, വളരെ അപകടമുണ്ട്. ബിക്കോസ് ഒരുപാട് വാഹനമുണ്ട്, പ്ലസ് മൾട്ടിപ്പിൾ മറ്റ് റീസൺസ് ഉണ്ട്. ബട്ട് എന്താണ്, വാഹനങ്ങൾ കൂടുക എന്നുള്ളതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് അത്. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് എന്താണ്, പരിമിതമായ പാർക്കിംഗ് സൗകര്യം. ഒരുപാട് വണ്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കറക്റ്റ് പാർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കണ്ടില്ലേ, റോഡ് സൈഡിലൊക്കെ ഒരുപാട് വണ്ടികൾ നോൺ പാർക്കിംഗ് ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്യുന്നത്. പലപ്പോഴും അവർ പാർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സൗകര്യമില്ല. ഓക്കെ, സോ എന്താണ്, പാർക്കിംഗ് സ്പേസിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് മാത്രമേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അതും ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഓക്കെ ആണല്ലോ. സോ ഈ പോയിന്റ്സ് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചോ. നാളെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ഹാപ്പിനെസ് കൂടി സാറിന് പറയാനുണ്ട്. എന്റെ കുഞ്ഞുമക്കൾക്ക്, 5ാം ക്ലാസ്സിലെ മക്കൾക്ക് എന്താണ്, ന്യൂ ഇയർ ഒക്കെ അല്ലേ, നിങ്ങൾക്കൊരു ഓഫർ സൈലം തരുന്നുണ്ട്. 15% ഓഫോട് കൂടെ എന്ത് ചെയ്യുക, ക്ലാസ് 5 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയായിട്ടുള്ള പ്രിറ്റി ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, കേരളത്തിലെ തന്നെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, പിന്നെ PYQ സെഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, നോട്ട്സ്, മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പൊളിയായിട്ടുള്ള ബാച്ചാണ്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക, സെറ്റായിട്ട് പഠിക്കുക. സോ നിങ്ങളുടെ എക്സാമിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ബൈ.